നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിൻഡോ ഗീറ്റിക്കൽ. സ്റ്റഡ് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട നല്ല JP മുട്ടനാണ്, 2 പല്ല് പ്രായം. അപ്പോൾ സ്റ്റഡ് സർവീസിന് താല്പര്യമുള്ളവർ 8139073479 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഒന്നുകൂടി നമ്പർ പറയാം, 8139073479. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന 2 ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക്. 3 മാസം പ്രായമായിട്ടുണ്ട്. പുള്ളിയായിട്ടുള്ളതാണ് ഫീമെയിൽ കേട്ടോ. രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 9800 രൂപ. നിൽക്കുന്നത് മലപ്പുറം മഞ്ചേരിയാണ്. ഇതിന് വേണ്ടവർ 9567859612 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അഴിച്ചിട്ട് വളർത്താം, അതാണ് ഏറ്റവും നല്ലത്. സ്ഥല സൗകര്യങ്ങളുള്ളവർ അഴിച്ചിട്ട് വളർത്താം. അപ്പോൾ അത് ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നുണ്ടോ. പിന്നെ പാരൻറ് സ്റ്റോക്കായിട്ട് വാങ്ങി നിർത്താൻ പറ്റുന്ന അടിപൊളി കുട്ടികളാണ്. തീറ്റ വെറുതെ പുല്ലും കാര്യങ്ങളും മാത്രം കൊടുത്താൽ പോരാ. കാരണം നന്നായിട്ട് അഴിച്ചിട്ട് വളർത്താനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ച് ആഹാരത്തിൻ്റെ കൂടെ മിനറൽ മിക്സറും കൂടി കൊടുക്കാൻ ശ്രമിക്കുക. ഒരാഴ്ച പ്രായമായ ഒരു മെയിലും ഒരു ഫീമെയിലും കുട്ടികൾ വിൽപ്പനയ്ക്ക്. ഇത് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 3200 രൂപ. സെയിം ഓണറുടെ കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത്, മലപ്പുറം മഞ്ചേരിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളെ വാങ്ങുകയാണെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്ത് വളർത്തണം. ഇപ്പോൾ കുട്ടികൾ നഷ്ടപ്പെട്ട പാലാടുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാൻ പറ്റുന്ന 2 അടിപൊളി കുട്ടികളാണ്. പാല് കൊടുത്ത് വളർത്തണം കേട്ടോ, നന്നായിട്ട് പാല് കൊടുത്ത് വളർത്തണം. പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറൊക്കെ കാണിച്ച് നല്ല മരുന്നൊക്കെ കൊടുക്കാം കേട്ടോ. പറഞ്ഞ മാതിരി നല്ല രക്തം ഉണ്ടാവാനുള്ള വല്ല ടോണിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാം. പിന്നെ ഈ കാണിക്കുന്ന 2ാം പ്രസവത്തിലെ ആടും 2 മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക്. ഇതിനുദ്ദേശിക്കുന്ന വില 14600 രൂപ. ഇതും സെയിം ഓണറുടെ കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒന്നുകൂടി നമ്പർ പറയാം, 9567859612. അപ്പോൾ എപ്പോഴും പോയി കണ്ടു വാങ്ങുക, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ബാഹ്യപരാധങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക, ഉണ്ടെങ്കിൽ അതിന് മരുന്ന് ചെയ്യാം. പിന്നെ കുളമ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. കുളമ്പൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് വെട്ടി കൊടുക്കുക, വെട്ടി വൃത്തിയാക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.